ഒരു മാംഗോ പുഡിംഗ് ആയാലോ? അതിന് വേണ്ടിയിട്ട് 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ പൾപ്പെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു കപ്പളവിൽ പാലെടുക്കാം. ഇനി ഈ പാലിലേക്ക് നമ്മുടെ മാങ്ങയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു മിക്സ് റെഡി ആയിക്കഴിഞ്ഞാൽ 4 ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് വയ്ക്കാം. ഇനി നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡും മിക്സും മാംഗോയുടെ പൾപ്പ് മിക്സും കൂടെ കലർത്തിയിട്ട് ഇതുപോലെ അടുപ്പിച്ചിട്ട് വയ്ക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മാങ്ങയുടെ പൾപ്പ് മിക്സ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് മാങ്ങയുടെ കഷ്ണങ്ങളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കുന്ന സമയത്ത് ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ അതിൻ്റെ ഇടയിൽ വന്ന് കടിക്കുമ്പോൾ നല്ല രസമായിരിക്കും. അതിനാണ് ഇങ്ങനെ ചേർക്കുന്നത്. വീണ്ടും നമ്മളിതൊരു ലെയറായിട്ട് സെറ്റ് ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത സെയിം പോലെ തന്നെ മാങ്ങയുടെ പൾപ്പ് മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കാഷ്യൂ നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ മാംഗോ പുഡിംഗ് ഇവിടെ റെഡിയാണ് കേട്ടോ.